നമസ്കാരം, ഞാൻ വികാസ്. എല്ലാവർക്കും ആർട്ട് വൈബ്സിലേക്ക് സ്വാഗതം. എലമെൻറ്റ്സ് ഓഫ് ആർട്ടിനെ കുറിച്ചുള്ള 7ാമത്തെ വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എലമെൻറ്റ്സ് ഓഫ് ആർട്ടിലെ അവസാനത്തെ എലമെൻ്റായ കളറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നില്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ആർട്ട് വർക്കിലേക്ക്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബേസിക്സൊക്കെ ചിത്രകലയിൽ മാത്രമല്ല, ഡിസൈനിങ് ആയാലും ഫാഷൻ, അതുപോലെ ഫിലിം, ഫോട്ടോഗ്രാഫി, ഇതിലൊക്കെ നമുക്കിതിൻ്റെ യൂസേജ് വരുന്നുണ്ട്. ഇതിനു മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്കായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എലമെൻറ്റ്സ് ഓഫ് ആർട്ട്: ലൈൻ, ഷേപ്പ്, ഫോം, വാല്യൂ, ടെക്സ്ചർ, സ്പേസ്, കളർ. ഇന്ന് നമ്മുടെ ടോപ്പിക് കളർ. Color is the element of art that is produced when light striking an object is reflected back to the eye. അതായത് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കളറ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രകാശം വന്നിട്ട് ഒരു ഒബ്ജക്റ്റിലോ വസ്തുവിലോ വീണതിന് ശേഷം അത് തിരിച്ച് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കളറ് ഫീൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കാണാൻ പറ്റുക. കളറുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. ഹ്യൂ, ദ നെയിം ഓഫ് ദ കളർ. വാല്യൂ, ഡാർക്ക്നെസ് ഓർ ലൈറ്റ്നെസ് ഓഫ് എ കളർ. ടോൺ ഈസ് എനി പ്യുവർ ഹ്യൂ വിത്ത് ന്യൂട്രൽ ഗ്രേ ആഡഡ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഹ്യൂ എന്ന് പറയുന്നത് റെഡാണ്, റെഡ് കളറാണ്. അത് കളറിൻ്റെ പേരിനെയാണ് ഹ്യൂ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റെഡ് കളറിൻ്റെ കൂടെ വൈറ്റ് മിക്സ് ചെയ്ത് കിട്ടുന്നതാണ് ലൈറ്റ് വാല്യൂ അഥവാ ടിൻറ്റ്. റെഡിൻ്റെ കൂടെ ബ്ലാക്ക് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് വാല്യൂ. അതുപോലെ തന്നെ റെഡിൻ്റെ കൂടെ ഗ്രേ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ടോൺസ് കിട്ടും. നെക്സ്റ്റ്, കളർ വീൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ്. ഒരു കളർ വീൽ ഉണ്ടാക്കിയിരിക്കുന്നത് 3 തരത്തിലുള്ള കളേഴ്സുകൾ കൊണ്ടാണ്. അതിൽ പ്രധാനപ്പെട്ട കളേഴ്സാണ് പ്രൈമറി കളേഴ്സ്: റെഡ്, യെല്ലോ, ബ്ലൂ. നോ 2 കളേഴ്സ് ക്യാൻ ബി മിക്സ്ഡ് ടു ക്രിയേറ്റ് എ പ്രൈമറി കളർ. പ്രൈമറി കളേഴ്സ്, കളർ വീല് 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ പ്രൈമറി കളേഴ്സ് എന്ന് പറയാൻ കാരണം. ഞാനിവിടെ പി എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് പ്രൈമറി കളേഴ്സിന് വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ, സെക്കൻഡറി കളേഴ്സ്: ഗ്രീൻ, ഓറഞ്ച്, പർപ്പിൾ. ക്രിയേറ്റഡ് ബൈ മിക്സിംഗ് ഈക്വൽ പാർട്സ് ഓഫ് എനി 2 പ്രൈമറി കളേഴ്സ്. 2 പ്രൈമറി കളേഴ്സ് കൃത്യമായി മിക്സ് ചെയ്ത് കിട്ടുന്നതാണ് സെക്കൻഡറി കളേഴ്സ്. സെക്കൻഡറി കളേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എസ് എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്രൈമറി കളേഴ്സായ യെല്ലോയും റെഡും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓറഞ്ച് കിട്ടുന്നു. അതുപോലെ തന്നെ യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്യുമ്പോൾ ഗ്രീൻ കിട്ടുന്നു. ബ്ലൂവും റെഡും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ. ചില സമയത്ത് ചില കളർ വീലിൽ പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് എന്നാണ് കാണാറ്. മൂന്നാമത്തത് ടേർഷ്യറി കളേഴ്സ്: യെല്ലോ ഗ്രീൻ, യെല്ലോ ഓറഞ്ച്, റെഡ് പർപ്പിൾ, റെഡ് ഓറഞ്ച്, ബ്ലൂ പർപ്പിൾ, ബ്ലൂ ഗ്രീൻ. ക്രിയേറ്റഡ് ബൈ മിക്സിങ് എ സെക്കൻഡറി കളർ ആൻഡ് എ പ്രൈമറി കളർ. 6 ടെർഷ്യറി കളേഴ്സ് ഉണ്ട്. സെക്കൻഡറി കളേഴ്സും പ്രൈമറി കളേഴ്സും മിക്സ് ചെയ്ത് കിട്ടുന്നതാണ് ടെർഷ്യറി കളേഴ്സ്. ഞാൻ ഇവിടെ ടി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ടെർഷ്യറി കളേഴ്സിന്. യെല്ലോയും ഓറഞ്ചും മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ ഓറഞ്ച്, ഓറഞ്ചും റെഡും മിക്സ് ചെയ്യുമ്പോൾ റെഡ് ഓറഞ്ച്, റെഡും പർപ്പിളും റെഡ് പർപ്പിൾ, പർപ്പിളും ബ്ലൂവും മിക്സ് ചെയ്യുമ്പോൾ ബ്ലൂ പർപ്പിൾ, ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്യുമ്പോൾ ബ്ലൂ ഗ്രീൻ, ഗ്രീനും യെല്ലോയും മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ ഗ്രീൻ. കളർ വീലിൽ വാം കളേഴ്സും കൂൾ കളേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. വാം കളേഴ്സ് ഇവോക്ക് warmth ബിക്കോസ് ദേ റിമൈൻഡ് ആസ് ഓഫ് തിങ്സ് ലൈക്ക് ദ സൺ ഓർ ഫയർ. വാം കളേഴ്സ് നമ്മളുണ്ടാക്കുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, തീ, ആ രീതിയിലുള്ള വളരെ ചൂട് തോന്നിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസാണ്. കൂൾ കളേഴ്സ് ഇവോക്ക് എ ഗുഡ് ഫീലിങ്സ് ബിക്കോസ് ദേ റിമൈൻഡ് ആസ് ഓഫ് തിങ്സ് ലൈക്ക് വാട്ടർ ഓർ ഗ്രാസ്. കൂൾ കളേഴ്സ് നമ്മൾ തരുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി, വെള്ളം, അതുപോലുള്ള വളരെ തണുത്ത ഒരു വിഷ്വൽസാണ് നമുക്ക് കിട്ടുക. വാം കളേഴ്സും കൂൾ കളേഴ്സും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെയാണ് വാം കളേഴ്സ്, ഏതൊക്കെയാണ് കൂൾ കളേഴ്സ്. റെഡ്, യെല്ലോ, ഓറഞ്ച്, റെഡ് ഓറഞ്ച്, യെല്ലോ ഓറഞ്ച്, റെഡ് പേർപ്പിൾ, ഇതെല്ലാം വാം കളേഴ്സിൽ വരുന്നു. ബ്ലൂ, ഗ്രീൻ, പേർപ്പിൾ, ബ്ലൂ ഗ്രീൻ, ബ്ലൂ പേർപ്പിൾ, യെല്ലോ ഗ്രീൻ, ഇതെല്ലാം കൂൾ കളേഴ്സിൽ പെടുന്നതാണ്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും, അതിൽ കൂൾ കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് ഡിസംബർ മാസമാണ്, ഒരു തണുത്ത കാലാവസ്ഥയാണ് ആ സമയത്ത്. അപ്പോൾ അത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കാണുന്നവർക്ക്. കളർ ഹാർമണി. കളർ ഹാർമണി റെഫേഴ്സ് ടു ദ പ്രോപ്പർട്ടി ദാറ്റ് സെർട്ടൻ എസ്തെറ്റിക്കലി പ്ലീസിങ് കളർ കോമ്പിനേഷൻസ് ഹാവ്. കണ്ണുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കളറുകൾ നമ്മുടെ ആർട്ട് വർക്കിൽ ഉപയോഗിക്കുന്നതിനെയാണ് കളർ ഹാർമണി എന്ന് പറയാം. അത്തരത്തിലുള്ള കുറച്ച് കളർ കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോംപ്ലിമെൻ്ററി കളേഴ്സ്: കളർ വീലിൽ ഓപ്പോസിറ്റ് വരുന്ന കളറുകളാണ് കോംപ്ലിമെൻ്ററി കളർ. ഇപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ ആണ് എടുക്കണമെങ്കിൽ ഓപ്പോസിറ്റ് റെഡ്, റെഡ് ആണെങ്കിൽ ഗ്രീൻ, യെല്ലോ ആണെങ്കിൽ പേർപ്പിൾ.
സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി. ഇവിടെ നമ്മളൊരു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിന് ഓപ്പോസിറ്റ് വരുന്ന കളറിൻ്റെ തൊട്ടടുത്തുള്ള 2 കളേഴ്സ് യൂസ് ചെയ്യുക. അങ്ങനെ 3 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി. ഇപ്പോൾ ഇവിടെ യെല്ലോയും ഓറഞ്ചുമാണ് കളർ കോമ്പിനേഷൻ. അനാലഗസ്, കളർ വീലിലുള്ള തൊട്ടടുത്ത 3 കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഏതൊരു 3 കളേഴ്സും നമുക്ക് യൂസ് ചെയ്യാം, തൊട്ടടുത്തുള്ള കളേഴ്സ്. ട്രയാഡ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ട്രയാങ്കുലർ കോമ്പിനേഷനാണ്. 3 കളേഴ്സാണ് കോമ്പിനേഷൻ. ഇപ്പോൾ യെല്ലോ ആണ് ചൂസ് ചെയ്തതെങ്കിൽ അടുത്ത കളറായിട്ട് ഒരു 3 കളറിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. റെക്റ്റാങ്കിൾ ഓർ ടെട്രാഡിക്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കളർ ചൂസ് ചെയ്യുക. ഒന്നിടവിട്ട് 2 കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് 4 കളർ കോമ്പിനേഷൻസ് കിട്ടും. സ്ക്വയർ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കളർ സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത കളേഴ്സുകൾ തമ്മിൽ 2 കളറിൻ്റെ വ്യത്യാസം ഉണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. 4 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ഈ മെത്തേഡിൽ. ഇത്രയും രീതികൾ ഉപയോഗിച്ച് നമ്മുടെ ആർട്ട് വർക്കിന് വേണ്ടിയിട്ടുള്ള കളറുകൾ സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കളറുകൾ യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കളറായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരിക. ബാക്കിയുള്ള കളറുകൾ ചിലപ്പോൾ കുറച്ചേ ഉപയോഗിക്കേണ്ടി വരികയുള്ളൂ. എങ്കിൽ മാത്രമേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. മോണോക്രോമാറ്റിക് അതുപോലെ തന്നെ ആക്രോമാറ്റിക് മെത്തേഡ് നോക്കാം. എ പെയിൻറ്റിംഗ് ദാറ്റ് ഈസ് മോണോക്രോമാറ്റിക് ഇൻ കളർ ഹാർമണി യൂസസ് ഓൺലി വൺ ഹ്യൂ ഓർ കളർ ആൻഡ് ഇറ്റ്സ് ലൈറ്റർ ഓർ ഡാർക്കർ വേരിയേഷൻസ്. മോണോക്രോമാറ്റിക്കിൽ ഒരു കളറിൻ്റെ തന്നെ പല വേരിയേഷൻസാണ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിളായിട്ട് പാബ്ലോ പിക്കാസോൻ്റെ സെലസ്റ്റീന എന്ന വർക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വർക്ക് കണ്ടാൽ അറിയാം, ബ്ലൂവിൻ്റെ പല വേരിയേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ബ്ലൂ, മീഡിയം, ലൈറ്റ്. അപ്പോൾ ഈ രീതിയിൽ ഒരു വർക്ക് കളർ ചെയ്യാനാണ് മോണോക്രോമാറ്റിക് എന്ന് പറയാം. അതുപോലെ ആക്രോമാറ്റിക്, ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ഓൺലി ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഡിഫറെൻറ്റ് ഗ്രേസ്. നമ്മുടെ പെൻസിൽ ഡ്രോയിങ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു കളർ സ്കീമിനെയാണ് ആക്രോമാറ്റിക് എന്ന് പറയുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കളറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് പ്രാക്ടീസ് ടൈം. കളർ വീലാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലൊരു സർക്കിൾ വരയ്ക്കുക. ഇതുപോലെ സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം 12 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതിന് ക്ലോക്കിൽ കാണുന്ന പോലെ നമ്പേഴ്സ് കൊടുത്താൽ മതി. 12, 6, 9, 3. പിന്നെ അതിനിടയിലുള്ള നമ്പേഴ്സ് കൊടുക്കുക. സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. റെഡ്, ബ്ലൂ, യെല്ലോ 3 കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ടാണ് കളർ വീൽ ചെയ്യാൻ പോകുന്നത്. റെഡ്, യെല്ലോ, ബ്ലൂ പ്രൈമറി കളേഴ്സാണ്. അപ്പോൾ ഈ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കളേഴ്സും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, പ്രൈമറി കളേഴ്സ് ആദ്യം. ഇവിടെ 12ാമത്തെ നമ്പറിൽ യെല്ലോ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് 1, 2, 3, 4ലാണ് ബ്ലൂ കൊടുക്കുന്നത്. ദെൻ 5, 6, 7, 8ലാണ് ഗ്രീൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കളർ വീലിൽ എവിടെ വേണമെങ്കിലും കളർ കൊടുക്കാം. പക്ഷേ ആ ഒരു 3 ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടുത്ത കളർ കൊടുക്കാൻ. കളർ ചെയ്ത് തുടങ്ങാം. ലെയർ ബൈ ലെയർ ആയിട്ടാണ് കളർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ലൈറ്റ് ടോണിൽ തന്നെയാണ് യെല്ലോ കൊടുക്കുന്നത്. അധികം പ്രഷർ കൊടുക്കുന്നില്ല. വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടിയും കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കളർ കിട്ടും. അതുപോലെ തന്നെ ബ്ലൂവും ഫസ്റ്റ് ഒരു ലെയർ കൊടുക്കുന്നു, ലൈറ്റ് ലെയർ. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മളൊരു ലെയർ കൂടി കൊടുക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കളർ കിട്ടും. റെഡ് കളറും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാനൊരു പേപ്പർ സ്റ്റെമ്പ് എടുക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡറി കളർ ചെയ്യാം. പർപ്പിളാണ് ചെയ്യാൻ പോകുന്നത്. റെഡും ബ്ലൂവും മിക്സ് ചെയ്യുമ്പോൾ പർപ്പിൾ കിട്ടും. ലെയർ ബൈ ലെയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം റെഡ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ലെയറാണ് റെഡിൻ്റെ കൊടുക്കുക. അത് കഴിഞ്ഞ് ബ്ലൂ വെച്ചിട്ട് അടുത്ത ലെയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം വീണ്ടും റെഡിൻ്റെ ഒരു ലെയർ, ഫൈനലായിട്ട് ബ്ലൂ വെച്ചിട്ട് ഒരു ലെയർ കൂടി. പേപ്പർ സ്റ്റെമ്പ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോ കളറും യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ കളറിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ അത് കുഴപ്പമുണ്ടാക്കും. അപ്പോൾ ഓരോ ബ്ലെൻഡിങ് കഴിയുമ്പോഴും അത് കട്ട് ചെയ്തിട്ട് നീറ്റ് ആക്കണം. അടുത്ത സെക്കൻഡറി കളർ ഓറഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. റെഡും യെല്ലോ കോമ്പിനേഷനാണ് ഓറഞ്ച്. ക്യാമറയിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ ലെയർ ആണ് ഫസ്റ്റ്. അതിനുശേഷം റെഡിൻ്റെ ലെയർ കൊടുക്കുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും യെല്ലോയുടെ ഒരു ലെയർ, അവസാനം റെഡിൻ്റെ ഒരു ലെയർ കൂടി. ഗ്രീനാണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സെക്കൻഡറി കളർ. യെല്ലോൻ്റെയും ബ്ലൂവിൻ്റെയും മിക്സാണ് ഗ്രീൻ. ഫസ്റ്റ് ലെയർ യെല്ലോ ആണ്, സെക്കൻഡ് ലെയർ ബ്ലൂ. അപ്പോൾ നമുക്ക് ചെറിയതായിട്ട് കളർ ചേഞ്ച് മാറി കിട്ടും. വീണ്ടും യെല്ലോ, ലാസ്റ്റ് അവസാനമായിട്ട് ബ്ലൂ വെച്ചിട്ട് വീണ്ടും നമ്മളൊരു ലെയർ കൂടിയും കൊടുക്കുക. പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും കളർ വീൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് ടേർഷ്യറി കളേഴ്സാണ്.
ടെർഷ്യറി കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഉദാഹരണത്തിന് റെഡും ബ്ലൂവും ചേരുമ്പോഴാണ് നമുക്ക് പേർപ്പിൾ കിട്ടുക. അതുപോലെ തന്നെ പേർപ്പിളും ബ്ലൂവും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൂ പേർപ്പിൾ, ടെർഷ്യറി കളറായിട്ടുള്ള ബ്ലൂ പേർപ്പിൾ കിട്ടും. അതിൽ പേർപ്പിൾ ഓൾറെഡി ബ്ലൂവിൻ്റെ അംശമുണ്ട്, അതിന് കൂടെയാണ് നമ്മൾ ബ്ലൂ ആഡ് ഓൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 കളർ പെൻസിലേ യൂസ് ചെയ്യുന്നുള്ളൂ, റെഡും ബ്ലൂവും. അപ്പോൾ ബ്ലൂ പേർപ്പിൾ ചെയ്യുമ്പോൾ റെഡിൻ്റെ അംശം വളരെ കുറവായിരിക്കും, ബ്ലൂ ആയിരിക്കും അതിൽ കൂടുതലുണ്ടാവുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ടെർഷ്യറി കളറായിട്ടുള്ള ബ്ലൂ പേർപ്പിളാണ് ചെയ്യുന്നത്. ആദ്യം ബ്ലൂവിൻ്റെ ഒരു ലെയർ കൊടുക്കുക, അതിനുശേഷം റെഡിൻ്റെ ഒരു ലെയർ, അത് കഴിഞ്ഞ് വീണ്ടും ബ്ലൂവിൻ്റെ ഒരു ലെയർ. അപ്പോൾ ബ്ലൂവിൻ്റെ 2 ലെയറും റെഡിൻ്റെ ഒരു ലെയറും മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബ്ലൂ പേർപ്പിൾ ചെയ്യാനായിട്ട്. റെഡ് പേർപ്പിളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം റെഡിൻ്റെ ഒരു ലെയർ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ബ്ലൂവിൻ്റെ ഒരു ലെയർ, വീണ്ടും റെഡിൻ്റെ ലെയർ. സോ റെഡ് പർപ്പിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിൻ്റെ 2 ലെയറും ബ്ലൂവിൻ്റെ ഒരു ലെയറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് റെഡ് ഓറഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. പേപ്പർ ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോയുടെ ഫസ്റ്റ് ലെയർ, അത് കഴിഞ്ഞിട്ട് റെഡ് കൊണ്ട് 2 ലെയറാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ടെർഷ്യറി കളറായിട്ടുള്ള യെല്ലോ ഓറഞ്ച് ചെയ്യാം. ആദ്യം യെല്ലോൻ്റെ ഒരു ലെയർ, അത് കഴിഞ്ഞ് റെഡിൻ്റെ ഒരു ലെയർ, വീണ്ടും യെല്ലോയുടെ ലെയർ. അപ്പോൾ 2 യെല്ലോ ലെയറും ഒരു റെഡിൻ്റെ ലെയറും. യെല്ലോ ഗ്രീൻ, യെല്ലോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ ബ്ലൂ, വീണ്ടും യെല്ലോയുടെ ലെയർ. ലാസ്റ്റ് കളർ ബ്ലൂ ഗ്രീൻ, അതിനായിട്ട് ബ്ലൂവിൻ്റെ ലെയർ ആദ്യം കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് യെല്ലോയുടെ ഒരു ലെയർ, വീണ്ടും ബ്ലൂവിൻ്റെ ഒരു ലെയർ കൂടി. കളർ വീൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടെർഷ്യറി കളേഴ്സ് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ റെഡ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ റെഡ് ആയിരിക്കും അതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ റെഡിൻ്റെ അംശം കൂടുതൽ കൊടുക്കാൻ നോക്കുക. കളറിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാകും, പക്ഷേ ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ മിസ്റ്റേക്ക് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.